ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ അവർ ലൈഫാണ്. അവർ ലൈഫ് എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മുവിൻ്റെയും. Hi guys, it's me Devika, it's me Bhadra, and you guys are watching us on our YouTube channel, our Memir. അപ്പോൾ ഇന്ന് മെയിൻലി നമ്മൾ എന്തായിരിക്കും കാണിക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞങ്ങളൊരു ദിവസം കടയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഏത് കട എന്നുള്ള സെറ്റപ്പ് ആണെങ്കിൽ ഞങ്ങൾക്ക് നാട്ടികയിൽ ഒരു ചെറിയ കടയുണ്ട്, ഒരു ചിന്ന കട, പാക്കിംഗ് സർവിങ് മെറ്റീരിയൽസും സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയ കട. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെയാണ്. ഞങ്ങളുടെ ശാലിമേമ്മ കുറച്ച് നാളായിട്ട് ലീവായതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെയാണ്. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ ഈ എടുക്കുന്ന വ്ളോഗുകളിൽ ഉണ്ടാവുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോകുന്ന വരെയുള്ള സാധനങ്ങളായിരിക്കും കുഞ്ഞി ഷോർട്ട് വീഡിയോസ് പോലെ അങ്ങനെ. അപ്പോൾ നമുക്കിങ്ങനെ വഴിയെ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് കാണാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് കട എന്താണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ കുട്ടിക്കട, കുറേ സ്റ്റേഷനറി ഐറ്റംസും അതും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ചിന്നക്കട, ചെറിയ കട. ഇത് പാക്കിംഗ് സർവിങ് മെറ്റീരിയൽസ് കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ കട, കുട്ടിക്കട. ആരും എന്നെ കണ്ട് പേടിക്കണ്ട, പക്ഷെ ഞാനൊരു സംഭവം കാട്ടാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. ഈ ഒരു സംഭവം അല്ല എന്തിൻ്റെ ഇതിപ്പോൾ ഉപ്പേരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് തന്നെയാണ്. പക്ഷെ എന്തൊരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മറ്റേ ബീട്രൂട്ടോട് ഉണ്ടാക്കുന്ന ചിപ്സാണ്. അപ്പോൾ ഈ സാധനത്തിന് എൻ്റെ വീട്ടിലൊരു സ്പെഷ്യൽ ഫാൻ ബേസും ഇല്ലാണ്ടിപ്പത്തെ. അപ്പോൾ ഇതിനൊരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ ഞാനിത് ഇന്നലെ കടയിൽ പോയപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് സ്നാക്ക് ടൈം ഈവനിങ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച ഈവനിങ്ങൊന്നുമില്ല, വെറുതെ കഴിക്കാൻ വേണ്ടി വെച്ചതാണത്. അത് ഇന്നലെ ഞാൻ കഴിച്ചപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ഷെയർ ചെയ്തു, അതായത് അവൾ ഞാനും കുടിച്ച് ഷെയർ ചെയ്ത് കഴിച്ചു. ഇന്ന് എൻ്റെ അടുത്ത് ക്ലാസ് വിട്ട് വന്ന് കയറിയപ്പോൾ തന്നെ ഒരാളേട്ടാ മറ്റേ ബീട്രൂട്ട് ചിപ്സ് ഇല്ലേ, അത് ഞാൻ കുളിച്ച് വന്നിട്ട് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് കുളിക്കാൻ പോയി. ഭയങ്കര കുളി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ അറൗണ്ടുള്ളൊരു കുളിയാണ് കുളിക്കാറുള്ളത്. അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാനാണ് ഇങ്ങനെ ക്ഷമ നഷ്ടപ്പെട്ടു. എനിക്ക് ഈ സ്ഥലത്തിന് കാര്യം ഓർമ്മ ഉണ്ടെന്നില്ല, ഇവിടെ വന്നപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പക്ഷെ നമുക്ക് ഓർമ്മ വന്നെങ്കിൽ ഒരു വല്ലാത്തൊരു സാധനം വരുമല്ലോ, ശരി നമ്മൾ വരുന്നേക്കാൻ മുന്നേ തിന്നാന്നുള്ളൊരു സാധനം വരും. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാനൊരു കാര്യം കാണിച്ചിരുന്നു. പതുട്ടി കുളിച്ച് കഴിഞ്ഞ നിന്റെ ഞാനത് പൊട്ടിക്കട്ടെ? എന്താ ഇടി എന്തുട്ടാടി, ഞാൻ കഴിക്കാൻ വേണ്ടി മേടിച്ചല്ലേ. അന്ന വേഗം വരുമോ? നാളെ വേഗം. അപ്പോൾ ഞങ്ങളുടെ നല്ല ഫേവറേറ്റ് സാധനം പൊട്ടിച്ചു. ഇത് കഴിക്കും. കുളിക്കാൻ പോയവള് വന്നിട്ടുണ്ട്. അവള് വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് തിന്നണമെന്നാണ്. അതിന്റെ ഫാൻ ബേസ്. ഇവൾക്ക് അല്ലെങ്കിലും ഞാൻ എന്ത് തിന്നുന്നോ അല്ലെങ്കിൽ ഞാൻ എന്ത് സാധനം എടുക്കുന്നോ അത് വേണം അവൾക്ക് തിന്നാൻ. ആ നിനക്കൂപ്പം അങ്ങനെയാണല്ലോ, അതിന് പ്രത്യേക ഒരു വികാരമുണ്ട്. ആൾക്കാർക്ക് അറിയില്ല എന്നിട്ടൊരു സാധനം പോലെ. ഇത് ആദ്യം കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ഡൗൺ ചെയ്തു. ഞാൻ പക്ഷെ ഇത് വേറൊരു കടയിൽ കണ്ടിട്ടില്ല, ഞങ്ങളുടെ ഇവിടുത്തെ ലോക്കൽ കടയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഗൈസ്, ഇത് വേറൊരു ദിവസമാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ റാൻഡം ആയിട്ട് ചില വീഡിയോസ് നമ്മളിപ്പോൾ എന്തെങ്കിലും മേജർ പർച്ചേസിങ്ങിന് ഇറങ്ങുന്ന ദിവസങ്ങളിലത്തെ മാത്രം എടുക്കുന്നുള്ളൂ. അതല്ലാണ്ട് എല്ലാ ദിവസവും പുറത്തു പോകുമ്പോൾ അത് എന്തെങ്കിലും കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് വയ്ക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ പോകുന്നതിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങൾ ഉൾക്കൊള്ളിപ്പിച്ചിട്ടുള്ളൊരു വീഡിയോ എടുക്കുന്നതാണ്. ഇന്ന് നമ്മൾ ഇതിനിടെ ഞാനൊരു പോക്ക് പോയിരുന്നു, അത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. അത് ഒരു പെട്ടെന്നൊരു എക്സൈറ്റ്മെൻറ്റിൽ പോയൊരു സാധനം ആയതുകൊണ്ട് ഞാൻ ഈ വീഡിയോൻ്റെ കാര്യമൊക്കെ മറന്നുപോയി. പക്ഷേ ഞാൻ അതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ഇടും. ഞാൻ അപ്പം പറഞ്ഞാൽ മതി അതെന്താണെന്ന്. അത് ഇപ്പം തന്നെ സർപ്രൈസ് കൊടുക്കണം. എനിവേ ഞാൻ പറയാം. ഞാൻ എൻ്റെ സെക്കൻഡ് സ്റ്റെറ്റൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. എൻ്റെ സെക്കൻഡ് സ്റ്റെറ്റ് മാറ്റി, ഇനി അതുപോലെ തന്നെ മൂക്കുത്തി മാറ്റും. എൻ്റെ സെക്കൻഡ് സ്റ്റെറ്റ് കണ്ട
സ്റ്റഡ് അമ്മ വന്നു തുറന്നുതരാം. അപ്പോൾ ഇതേപോലത്തെ തന്നെ സെക്കൻഡ് സ്റ്റഡിൻ്റെ കുത്തിയാണ് നമുക്ക് നോക്കുന്നത്. ഉണ്ട്. ആ അപ്പോൾ നമ്മൾ ഇന്ന് എവിടേക്കാണ് പോകണമെന്ന് പറ നിങ്ങളെ പോണേ. എനിക്കറിയില്ല തൃപ്രയാറോ ഈ തൃപ്രയാർ എന്തിനാ പോണ്? വലിയ ഷോ ആണ്. വ്ളോഗ് എടുക്കണത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ പോണ നമ്മൾ തൃപ്രയാർക്ക്? എനിക്കറിയില്ല, നീ പറഞ്ഞ നമ്മൾ തൃപ്രയാർക്ക് പോകുന്നത് എനിക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ മറ്റേ ട്രാവലേഴ്സ് ബാക്ക് പാക്കും ഒരു നോർമൽ ബാക്ക് പാക്കും ഞാൻ ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു. പോരാത്തേ നമ്മൾ മറ്റേ പെട്ടി, ശരിക്കുള്ള പെട്ടി, ഒരു തുണി സഞ്ചി മേടിക്കാൻ പോണു. അത് വാങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ. പെട്ടി മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നു ഗൈസ്. അപ്പോൾ വന്നിട്ട് ഇവിടെ കടയുടെ ഇവിടെ നിർത്തിയിട്ട് പോകാനുള്ളൊരു സാഹചര്യം അല്ലാത്തത് കൊണ്ട് ഞാനിവിടെ വണ്ടി നിർത്തി. ഞാൻ വണ്ടിയിലിരുന്നു, കാരണം നമ്മളിങ്ങനെ റോഡ് സൈഡിലിട്ടിട്ട് പോകുമ്പോൾ പെട്ടെന്ന് മാറ്റിടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റില്ല. പിന്നെ അവിടെ നിന്ന് കൂടി വന്ന് വണ്ടി എടുത്ത് പോലെ ചടങ്ങാണ്. അപ്പോൾ അതിനേക്കാൾ ഭേദം വണ്ടിയിലിരിക്കാന്നാണ് അമ്മേനെ അവളെയും വിട്ടു. അപ്പോൾ അത് കാരണം പെട്ടി സെലക്ഷൻ വീഡിയോ മിസ്സായി. എന്തൊക്കെ കാണണം. ഇതാണ് നമ്മുടെ കട, കാണുന്നുണ്ട്. ഇവിടെ സെയിൽ നടക്കുന്നുണ്ട്. സോ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പെട്ടികൾ വെച്ചിട്ടുള്ളതല്ലേ. അവരങ്ങനെ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ ഒടുക്കത്തെ തിരക്കാണ് തൃപ്രയാർ, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഞാനിങ്ങനെ റൂട്ടിലിട്ടിട്ടുള്ള കാരണം ഇനി എപ്പോൾ വേണമെങ്കിലും വണ്ടി വന്ന് മാറ്റേണ്ടി വരുന്ന കാരണം ഞാനിങ്ങനെ വണ്ടി തന്നെ ഇരിക്കുകയാണ്. നല്ല അടിപൊളി ചൂട്, നല്ല അടിപൊളി തിരക്ക്. ഗൈസ്, നമ്മുടെ പെട്ടി, ബാക്കി പെട്ടിയുടെ ഡീറ്റെയിൽഡ് സംഭവങ്ങളൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. പിന്നെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ട് വേറെ സാധനം മേടിച്ചിട്ടുണ്ട്, അതൊന്ന് കാണിച്ചു തരാം. ഞാൻ ആകെ എവിടെ പോവുകയാണെങ്കിലും എൻ്റെ കയ്യിൽ വെക്കാറുള്ള സാധനം ഈ ഒരു സാധനമാണ്. എനിക്ക് വേറെ ബാഗൊന്നും ഉണ്ടെന്ന് ഇഷ്ടമല്ല, പക്ഷെ കോളേജിൽ പോകുമ്പോൾ നമുക്ക് കോളേജ് ബാഗ് വേണം. പക്ഷെ അതിനൊരു അടി ഉണ്ടാവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ബാക്കിൽ എൻ്റെ അനിയത്തി ഇരിക്കുന്നുണ്ട്. അനിയത്തി ഞാനായിട്ടൊരു തല്ലുണ്ടാവാനുള്ള എല്ലാ ലക്ഷണവും ഞാൻ കാണുന്നുണ്ട്. അപ്പം കോളേജ് ബാഗ് വേണം. അപ്പം അതിനേക്കാൾ മുന്നേ തന്നെ എനിക്കൊരു ചെറിയ ബാക്ക് പാക്ക് മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കോളേജ് ബാഗ് എന്ന് പറഞ്ഞു. സത്യം കോളേജ് ബാഗ് പറഞ്ഞിട്ട് തന്നെ മേടിച്ചു തന്നെ. അപ്പം അന്നത്തെ ടൈമിൽ ഞാൻ ഇപ്പോൾ മേടിച്ച പോലത്തെ ബാഗ് മേടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത് വേണ്ട, കോളേജിൽ പോകുമ്പോൾ എപ്പോഴും നല്ലത് 2 സൈഡിലിട്ടുള്ള ബാക്ക് പാക്കില്ലേ, നോർമൽ ബാക്ക് പാക്ക്, അതാണ് നല്ലത്. അപ്പം അങ്ങനത്തെ മേടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അത് മേടിച്ചു. അപ്പം ഞാനിപ്പോൾ വിചാരിക്കുകയാണ്, നമ്മളിങ്ങനെ ഇടയ്ക്ക് വല്ല മുടക്ക് കിട്ടുമ്പോൾ വീക്കെൻഡ്സ് എന്തെങ്കിലും വരാനുള്ള ഭയങ്കര സംഭവം തോന്നിയിട്ട് വരികയാണെങ്കിൽ എല്ലാം കിട്ടി വലിച്ച് വരുന്നില്ലല്ലോ. അപ്പോൾ വരുമ്പോൾ നമുക്ക് മറ്റേ ബാക്ക് പാക്കിൽ അത്യാവശ്യം സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് വരാം. കുഞ്ഞു ബാക്ക് പാക്കാണ്, വലിയ ബാക്ക് പാക്കല്ല, ചെറിയ നോർമൽ ബാക്ക് പാക്ക്. അപ്പോൾ ഇപ്പോൾ കോളേജ് ബാഗ് മേടിച്ചു. കോളേജ് ബാഗ് ഞാൻ കുറേ നാളായിട്ട് കണ്ട് എനിക്കിങ്ങനെ ഹായ് കൊള്ളാലോ എന്ന് തോന്നിയിട്ടുള്ള സാധനമാണ്. പക്ഷെ ഞാൻ മേടിച്ചിട്ടില്ല. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മേടിക്കേണ്ട ആവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മറ്റേ കുഞ്ഞു ഈ മെൻസ് വാലറ്റ് വെച്ചിട്ട് സന്തോഷമായിട്ടുള്ളൊരു ജീവിതം കൊണ്ടു നടക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇപ്പം ഞാൻ മറ്റേ ഇത് മേടിച്ചു, കോളേജ് ബാഗ് മേടിച്ചു. അതാണ് ഗൈസ്, ഇത് കണ്ടു ഗൈസ്. ഇതിൻ്റെയും ഡീറ്റെയിൽഡ് സാധനം ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഇതൊരു ഭയങ്കര ഒരു ന്യൂഡ് കളർ, ഭയങ്കര എന്താ പറയുക, ലൈറ്റ് ഷെയ്ഡ്. ഇതിൻ്റെ ഇടിവെട്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ മെറ്റീരിയലിനുണ്ട്, പക്ഷെ എനിക്ക് ഇതെന്തോ ഭയങ്കര ഇഷ്ടമായി. ഇതൊരു ക്ലോത്ത് പോലത്തെ മെറ്റീരിയൽ ഉണ്ട്. ഗൈസ്, ഇതാണ് എൻ്റെ പെട്ടി. ഗൈസ്, ഇതാണ് എൻ്റെ പെട്ടി. വ്ളോഗ് ഇനി പെട്ടി കാണിച്ചതിലൊന്നും വേണ്ട. ദിസ് പെട്ടിയാണ് നമ്മൾ മേടിച്ചത്. ഇതിൻ്റെ ഉൾഭാഗം ഇനി കാണിച്ചു തരണോ, അല്ലെങ്കിൽ അത് എടുത്തേക്കണ നേരത്തെ കാണിച്ചു തരാം. നാളേക്ക് ആയിട്ട് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ മറക്കാൻ തുടങ്ങും. അപ്പോൾ ആ ടൈമിൽ കാണിച്ചു തരാം കേട്ടോ. ഇതെൻ്റെ കോളേജ് ബാഗ്, എൻ്റെ അച്ഛൻ നോക്കുന്നുണ്ട്. വേണ്ട, ഒരു മിനിറ്റ്. അത് കാണിച്ചത് അച്ഛനാ, അതന്നെ പിടുത്തതൊന്ന് കാണിച്ചത്. അതാണ് എൻ്റെ പൗച്ച്. തിരിച്ച് കാണിച്ചു കൊടുക്കും. അങ്ങനെയല്ലടാ. പൗച്ച് തിരിച്ച് കാണിച്ചു കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്. അതെ, ഇതാണ് പൗച്ച്. കോളേജ് ബാഗ് ഭയങ്കര ഹാൻഡ് ചെയ്തിട്ടുള്ള കോളേജ് ബാഗ്. ഒരു എന്താ പറയുക, ഒരു ഇങ്ങനത്തെ കള്ളി, പിന്നെ ഒരു സിംഗിൾ കള്ളി, ഉള്ളിൽ ഫോൺ വെക്കാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ബാഗാണുള്ളത്. മനസ്സിലാം, ബ്ലാങ്ക് സാധനം. പക്ഷെ ഇതിനുള്ളിൽ ഇങ്ങനെ 2 സാധനം. നമ്മുടെ പെട്ടി പാക്കിംഗ് പരിപാടിയിലേക്ക് നടക്കുകയാണ്. അപ്പോൾ പെട്ടി പാക്കിംഗ് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പാക്കിംഗ് പരിപാടികൾ ചെയ്യാൻ പോവാണ്. എൻ്റെ ക്യാമറമാൻ ഇന്ന് ഭദ്രയല്ല ഗൈസ്, ഇന്ന് എൻ്റെ അച്ഛമ്മയാണ് എൻ്റെ ക്യാമറമാൻ. ക്യാമറ ഗേൾ വേണ്ട, ഞാൻ ഗേൾ. ധനു കുറേ സാധനങ്ങളുണ്ട്.
ഞങ്ങളുടെ പാക്കിംഗ് പരിപാടി ഇവിടെ തിരിക്കുന്നു. ഇതൊക്കെ ഈ ബാഗിൽ നിന്നെടുത്ത സാധനങ്ങളാണ്. ഇതിവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനിയും ബാഗിൽ കയറ്റാനുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം ഇങ്ങനത്തെ സാധനങ്ങൾ ഇതായിട്ടുണ്ട്. പിന്നെ ഇനി ഇതിൽ വീണ്ടും വെക്കാനുണ്ട്. പക്ഷേ എനിക്ക് നാട്ടിലിപ്പോൾ തൽക്കാലം പോണ പേരിടാനുള്ള കോസ്റ്റ്യൂംസ് പുറത്ത് വെച്ചിട്ട് ബാക്കിയുള്ളതാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ അലർച്ചിലുള്ള സാധനങ്ങളും ഐഷേഡോ പാലറ്റും അങ്ങനത്തെ സാധനങ്ങളായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സാധന സാമഗ്രികൾ. ഇനി ബാക്കി ആഡ് ഓണൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും. ഈ ബാഗ് ഇത്ര ദിവസം ഡ്രസ്സൊക്കെ തോന്നിയിരിക്കുക. അപ്പോൾ നാളെ നേരത്തേക്കാണ്. ഫൈനൽ ഫിറ്റ് ക്ലോസിംഗ് ആണ് ഗൈസ്. ഇനി ബാക്കിയുള്ളത് ഞാൻ പോണ സമയത്ത് എടുത്തേക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. എന്നാലും ഞാൻ നിങ്ങൾക്ക് ഏറെക്കുറെ പെട്ടിയുടെ കാണിച്ച് തന്നതാണ്. ഇതിങ്ങനെ സൈഡിൽ ഇത് നമ്മുടെ പെട്ടി ഭയങ്കര അതിമനോഹരമായ പെട്ടിയാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ട്. അത് ഓൾറെഡി വീഡിയോ എടുത്തോണ്ടിരിക്കുക. അതിമനോഹരമായ പെട്ടിയാണ് ഗൈസ്. എന്നിട്ട് പെട്ടിയാണ്. അപ്പൊ ഇത് കണ്ട നമ്പർ ലോക്കുള്ള പെട്ടിയാണ് ഗൈസ്. ഏതല്ലേ തുറക്കാൻ പറ്റില്ല. ഇനി ആര് വന്നായിരുന്നു. അങ്ങനെ ഇന്ന് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇന്നിവിടെ 10ാം ക്ലാസ്സുകാരെ അനുമോദിക്കുന്നൊരു ചടങ്ങുണ്ടായിരുന്നു ഇവിടുത്തെ നാട്ടിക SN ഹാളിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഭദ്രയുടെ ഗാർഡിയനായിട്ട് അവളുടെ കൂടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് പോയതാണ്. പക്ഷെ എനിക്ക് നൈസിലൊരു പണി കിട്ടി. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രയർ പാടേണ്ട വന്നു. എനിക്കും ഭദ്രയ്ക്കും കപ്പ് കിട്ടി ഗൈസ്. 2 കപ്പ് കിട്ടി. ഇതാണ് അവൾക്ക് കിട്ടിയ സാധനം. അവൾക്ക് മറ്റേ 10th റിസൾട്ടിൻ്റെ സംഭവത്തിന് കിട്ടിയ ഇതാണിത്. എനിക്ക് ഞാൻ ആ വഴി കൂടെ പോയി പ്രയർ പാടിയതിന് കിട്ടിയതാണിത്. എനിക്കതിൽ ഏത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവിടെ വീട്ടുകാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ സാധനം കേട്ടോ. ഇത് കുറച്ച് നല്ല വെയിറ്റ് ഉണ്ട് കമ്പാരിറ്റീവ്ലി. ഇതിനെ വെച്ച് നോക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ പോരാത്തിന് ഒരു ക്യൂട്ട് കപ്പ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ വേറെ ഇൻസിഡൻറ്റ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് വേറെ ഒരു ദിവസമാണ് ഗൈസ്. ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ഫേസ് പാക്കൊക്കെ ഇട്ടിരിക്കുന്ന ദിവസമാണ് ഗൈസ്. അപ്പോൾ എൻ്റെ അച്ഛമ്മയുണ്ട്. എൻ്റെ അച്ഛമ്മ നമ്മൾ നാളെ എവിടേക്കാണ് പോകാൻ പോണേ? നാളെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ നമ്മുടെ മുൾട്ടാനി അതെടുത്തിട്ടാക്കുമ്പോൾ ഞാൻ അമ്മയ്ക്കും അച്ഛമ്മയ്ക്ക് ഇട്ട് കൊടുത്തതാണ്. അപ്പം അമ്മയ്ക്ക് അമ്പലത്തിൽ പോകുമ്പോൾ കാണാം.